ആദ്യം തന്നെ എല്ലാവരോടും ഒരു വലിയ സോറി. പനിയായിപ്പോയി, തൊണ്ട അടച്ചു. അപ്പോൾ ഒട്ടും വോയിസ് ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭമായതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം കാണാതിരുന്നത്. ഇപ്പോൾ ഒരല്പം മെച്ചപ്പെട്ടു എന്ന് തോന്നിയത് കൊണ്ട് കഥയുമായി വന്നതാണ്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. കണ്ണും നിറച്ച് മുഖവും വീർപ്പിച്ച് നിൽക്കുന്നവളെ കാണാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ മനഃപൂർവ്വം നോക്കുന്നില്ല എന്ന ഭാവത്തിൽ മുന്നിരിക്കുന്ന ഫയലിലേക്ക് വംശിയുടെ കണ്ണുകൾ പിന്നെയും പോയി. വളരെ അർജൻസിയിൽ വംശിയുടെയും കൂടി ഒപ്പുവേണ്ട 3 ഫയൽസ് ഉണ്ടായിരുന്നു. ക്ലയന്റിനെ കാണാൻ പോകേണ്ടതുകൊണ്ട് പാർത്ഥൻ രാവിലെ അങ്ങോട്ട് തിരിച്ചു. അതുകൊണ്ട് തന്നെ ഫയൽസിന്റെ ഡ്യൂട്ടി അഗ്നിയിലും വന്നുപെട്ടു. തന്റെ മുന്നിലിരിക്കുന്ന കറുത്ത അക്ഷരങ്ങളിലേക്ക് അവന്റെ കണ്ണു പോകുമ്പോൾ കണ്ടു ഇടതുഭാഗത്ത് കൊണ്ടുവച്ചിരിക്കുന്ന കോഫി. ചുണ്ടിനറ്റം മെല്ലെ ഒന്ന് ഉയർന്നു. അവൾ രാവിലെ കെട്ടിത്തന്ന ബാൻഡേജുമായി പുറത്തേക്ക് വരുമ്പോഴാണ് അഗ്നിയെ കാണുന്നത്. കൈയിലെ മുറിവ് കണ്ടപ്പോഴേ ഏകദേശം കാര്യങ്ങളൊക്കെ അഗ്നി ഊഹിച്ചിരുന്നു. ഒപ്പം ഒരുവളുടെ ചുവന്ന മുഖം കൂടി കണ്ടതും പിന്നെ കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. മലയാളം ഡിക്ഷണറിയിൽ നവീകരിച്ച ഏതൊക്കെയോ പുതിയ തെറികൾ പറയാൻ പിന്നെ അവനധികം നേരമൊന്നും വേണ്ടി വന്നില്ല. അവൾ കെട്ടിവെച്ചതിനെ അഴിച്ചു കളഞ്ഞ് കയ്യിൽ കുപ്പിച്ചില്ലുകൾ വല്ലതുമുണ്ടോ എന്ന് ഒന്നുകൂടി നന്നായി നോക്കിയിട്ടവൻ മരുന്ന് വെച്ച് കെട്ടി. നേര് പറഞ്ഞാൽ അവൾ കെട്ടിവെച്ചത് അഴിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ മുന്നിൽ നിൽക്കുന്നവരിലെ ഉണർന്ന ഡോക്ടർ അതിന് സമ്മതിച്ചില്ല എന്ന് മാത്രം. അവൻ കെട്ടഴിക്കാൻ വേണ്ടി വാശി പിടിച്ചപ്പോൾ ഒത്താശയുമായി ഒപ്പം നിൽക്കാൻ പെണ്ണും കൂടി കൂടിയതുകൊണ്ട് ഇനിയും അവളെ കരയിക്കണ്ട എന്ന് കരുതി അങ്ങ് സമ്മതിച്ചു കൊടുത്തതാണ്. ഇപ്പൊ പക്ഷെ കൈയനക്കുമ്പോൾ നല്ല വേദനയുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ അവൻ പറഞ്ഞിരുന്നു. പിന്നെ ചെയ്യില്ലെന്ന് തോന്നിയിട്ടാവും സെക്യൂരിറ്റിയെ വിട്ട് മെഡിസിൻ വാങ്ങി ഇഞ്ചക്ഷൻ നിർബന്ധിച്ചെടുത്തു. എന്നിട്ടും ഈ വേദന. അപ്പോ വാശി പിടിച്ച് ആ ഇഞ്ചക്ഷൻ എടുത്തില്ലായിരുന്നെങ്കിലോ? ഒപ്പിടാൻ വേണ്ടി കൈ മുറുകി പിടിച്ചപ്പോൾ അവന്റെ മുഖമൊന്ന് ചുരുങ്ങി. വേദനിക്കുന്നോ വിച്ചേട്ടാ? അതുവരെ അവനെ നോക്കി മാറി നിന്നവൾ ഓടി അടുത്തേക്ക് ചെന്ന കയ്യിൽ താങ്ങി പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരും എന്നെ സഹായിക്കാനും വരണ്ട. അവളുടെ കയ്യിൽ നിന്നും തന്റെ കൈ പിടിച്ചു വലിക്കാനൊക്കെ ശ്രമിക്കുന്ന പോലെ നടിക്കുന്നുണ്ടായിരുന്നെങ്കിലും വേദന തട്ടാതെ മെല്ലെ തന്റെ കൈയെ അത്രയും മെല്ലെ പിടിക്കുന്നവളുടെ കയ്യിൽ തന്നെ അവൻ അവന്റെ വലത് കൈ വെച്ചു കൊടുത്തു. ഇതെല്ലാത്തിലും വിച്ചേട്ടൻ ഒപ്പിടണോ അഗ്നിയേട്ടാ? മുറിവ് അവനിലായിരുന്നെങ്കിലും അതനുഭവിക്കുന്നതിന്റെ വേദന അവളുടെ കണ്ണിൽ നിന്നും മുത്തുകളായി പൊഴിഞ്ഞു. അഗ്നിക്ക് ശരിക്കും പാവം തോന്നി. ഒപ്പം അവളെ ഈ കരയിക്കുന്നതിനോട് ചെറുതല്ലാത്തൊരു ദേഷ്യവും. വേണ്ട മോളെ, നമുക്ക് ഡിജിറ്റൽ സൈനിങ് നോക്കാം. കൊച്ച് ഇനി ഇതാലോചിച്ച് വിഷമിക്കണ്ട. അത് കേട്ടതും വല്ലാത്തൊരു സമാധാനത്തോടെ തന്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന വംശിയുടെ കയ്യിൽ പെണ്ണു മെല്ലെ തടവി. അത് ആസ്വദിക്കുന്ന പോലെ ഒരുവൻ കൈ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടും മുഖം കണ്ടാൽ അവൾ നിർബന്ധിച്ച് കൈ പിടിച്ചേക്കുന്ന പോലെയായിരുന്നു ഭാവങ്ങളൊക്കെ. ഉത്തരയും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിലും വംശി ഇരിക്കുന്നതിനിടയിലേക്ക് അവൾ ചെന്നില്ല. അതും കൂടാതെ ആവശ്യമില്ലാതെ ദേഷ്യം പിടിപ്പിച്ച ഒരുവനും അവന്റെ കൂടെ തന്നെയുണ്ട്. കാര്യം ഡോക്ടറൊക്കെ ആണെങ്കിലും ചില സമയം ബുദ്ധിയില്ലാത്ത ചെറുക്കനാണ്. ആരുണ്ടെന്ന് പറഞ്ഞാലും എന്ത് കാണിച്ചു കൂട്ടുമെന്ന് ഒരു ഊഹവുമില്ല. ആ ഒരു ആലോചനയിൽ ഉത്തര ആ ഭാഗത്തേക്കേ പോയില്ല. അതേസമയം വംശിയുടെ അടുത്തു നിന്നും എഴുന്നേറ്റാൽ ആ നിമിഷം ഉത്തരക്കിട്ട് എന്ത് പണി കൊടുക്കും എന്നുള്ള ചിന്തയിലായിരുന്നു അഗ്നിയും. ആഹാരം കഴിക്കാം. നേരം ഒരുപാട് പോയിന്ന് തോന്നിയതും ഉത്തര നിവർത്തിയില്ലാതെ വിളിച്ചു. നീ പോയി കഴിക്കഗ്നി. മുന്നിലിരിക്കുന്നവന്റെ നെറ്റിയൊന്ന് കുറുകി. അതെന്താ, നീ എന്ന് പട്ടിണിയാണോ? നിനക്കെന്താ, കണ്ണ് കണ്ടൂടെ? എന്റെ ഏത് കയ്യിലാ മുന്നിരിക്കുന്നതെന്ന് നീ കാണുന്നില്ലേ? ചോദ്യം അഗ്നിയോടായിരുന്നെങ്കിലും ഉന്നം വെച്ചത് ആരെയാണെന്ന് കേട്ട എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായി. ഓ, അതുകൊണ്ട് ഈ മുറിവ് കഴിയുന്നവരെ നീ ആഹാരം കഴിക്കുന്നില്ലേ? അത് ഞാൻ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും സ്പൂണിൽ കഴിക്കാവുന്നതോ വല്ലതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. തൽക്കാലം നീ പോയി കഴിക്കാൻ നോക്ക്. ഉത്തര നിന്നെക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ വേറെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വിളിച്ചുകൊണ്ട് പോ. ഫയലിൽ നിന്നും കണ്ണെടുക്കാതെയുള്ള ആ പറച്ചിൽ കേട്ടതും അഗ്നി പല്ല് കടിച്ചു പിടിച്ചു. അഗ്നിയേട്ടാ, കഴിക്കാൻ വരുമ്പോൾ കൂട്ടുകാരനെയും കൂട്ടി വാ. കൈയില്ലെങ്കിലും തൽക്കാലം മൂട്ടിക്കൊടുക്കാൻ ഞാനുണ്ടെന്ന് കൂടി കൂട്ടുകാരനോട് പറഞ്ഞേരെ.
അവൻ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെടാത്തതുപോലെ ഒരുവൾ ദേഷ്യത്തിൽ ഉത്തരയുടെ അടുത്തേക്ക് പോയി. കാത്തിരുന്ന സന്ദർഭം വന്ന പോലെ അഗ്നി ഇരുന്നിടത്തു നിന്നും ചാടി വംശിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്തൊരു ഓവർ ആക്ടിങ് ആണെടാ നീ! ഈ കയ്യിലത്തെ മുറിവ്, അതും നിന്നെ സംബന്ധിച്ച്. ആ പെണ്ണ് പൊട്ടിയായതുകൊണ്ടൊക്കെ വിശ്വസിച്ച് മൂടും താങ്ങി നടക്കുന്നു. അവക്കറിയില്ലല്ലോ ഒരു കാലത്ത് വെള്ളമടിച്ച് നീ കാണിച്ചു കൂട്ടിയ ബഹളങ്ങൾക്കിടയിൽ ഇതിലും വലിയ വലിയ മുറിവുകളാണ് അനുഭവിച്ചു മാറിയതെന്ന്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചീള് കേസ്. എന്നിട്ട് അവന്റെ എങ്ങുമില്ലാത്ത ഓസ്കാർ അഭിനയം. അതെ, അതൊക്കെ ഞാനും അവളും കൂടി നോക്കിക്കോളാം. തൽക്കാലം നീ വലിയ ഉപദേശവുമായി അവൾക്കടുത്തേക്ക് ചെല്ലാതിരുന്നാൽ മതി. ഞാനെന്ത് ഉപദേശവുമായി ചെല്ലാൻ? വംശി ഉദ്ദേശിച്ചത് അഗ്നിക്ക് ശരിക്കും മനസ്സിലായിരുന്നില്ല. അല്ല, പെണ്ണിന്റെ പാവത്തം കണ്ട് എന്റെ കയ്യിലെ മുറിവ് വലിയ സാരമില്ലെന്നൊന്നും തൽക്കാലം നീ പോയി പറയാൻ നിൽക്കണ്ട. എന്തുകൊണ്ട്? എടാ പുല്ലേ, കഴിഞ്ഞ 1 വർഷമായി നീ ഞങ്ങളെ കാണുന്നില്ലേ? അപ്പോഴൊക്കെ ഞാനല്ലേ അവളുടെ പിന്നാലെ നടക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഞാൻ പഴയ വംശിയായപ്പോൾ അവൾ എന്റെ പിന്നാലെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നടക്കുന്നത്. അപ്പോഴാണ് ശരിക്കും അഗ്നി അത് ശ്രദ്ധിക്കുന്നത്. വംശി പറഞ്ഞത് നേരാണ്. ഇന്ന് താൻ വന്നപ്പോൾ തൊട്ട് ഒരു നിമിഷം പോലും സിദ്ധി അവനെ വിട്ടുമാറി നിന്നിട്ടില്ല. അവന്റെ നോട്ടവും കണ്ണും പോകുന്നിടത്തെല്ലാം അവൾ കൂടെ തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൾക്ക് നിഴലെന്ന പോലെ. അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. നീയും അവനും കൂടി മന്ത്രം ജപിക്കുന്ന പോലെ എന്റെ പിന്നാലെ നടന്ന് നടന്ന് എപ്പോഴും പറയാറില്ലേ, ഞാൻ പഴയ വംശിയാകരുത്, അവളോട് ദേഷ്യപ്പെടരുത്, പെണ്ണിനെ പ്രഷറിൽ കൊണ്ടുപോയി നിർത്തരുത് എന്നൊക്കെ. ഇനി നീ നോക്കിക്കോടാ, ഞാൻ പഴയ വംശിയായിട്ട് എന്റെ പെണ്ണിനെ നേരെയാക്കുന്നത്. ശരിയാക്കി കൊടുക്കുന്നുണ്ട് അവൾക്ക് ഞാൻ. അവക്കെ ഇനി ഒരു കൗൺസിലിങ്ങും കോപ്പും വേണ്ട. ഞാനുണ്ട്, ഈ ഞാൻ മതി തന്നെ. വംശി ഉറപ്പിച്ചു പറയുമ്പോൾ അഗ്നി അത് ശരിവെക്കും പോലെ പുഞ്ചിരിയോടെ ഒന്ന് തലയാട്ടി. കഴിക്കാൻ വന്നിരിക്കുന്ന അഗ്നിയുടെ പിന്നാലെ അവളുടെ കണ്ണുകൾ പാഞ്ഞു. വാശിക്കാരൻ, പേരില്ല, എനിക്കറിയാം. കസരിൽ നിന്നും ദേഷ്യത്തിൽ എഴുന്നേറ്റവൾ അവനടുത്തേക്ക് നടന്നു പോകുന്നത് ഒരു പുഞ്ചിരിയോടെ അഗ്നി നോക്കി. ശരിയാണ്, അവന്റെ ഈ സ്വഭാവമേ ഈ പെണ്ണിന്റെ അടുത്ത് നടക്കൂ. അതേ പുഞ്ചിരിയോടെ നേരെ നോക്കുമ്പോൾ കാണുന്നത് മുഖമെല്ലാം കൂടി കേറ്റിപ്പിടിച്ച് ദേഷ്യത്തോടെ നോക്കുന്നവളെയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ മുഖവും മാറി. ഇത്തിരി മുന്നേ അവൾ വിളിച്ചതെല്ലാം ഓർമ്മ വന്ന പോലെ ചെക്കന്റെ മുഖം കടുത്തതും അൾട്ടിമേറ്റ് പുച്ഛം തിരിച്ചു കൊടുത്തവൾ പ്ലേറ്റിലേക്ക് 2 ഇഡലി എടുത്തിട്ടു. കൂട്ടുകാരിയുടെ കെട്ടിയോനായിപ്പോയി. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന സ്വഭാവത്തിന് ഞാൻ വല്ല തോട്ടിലും കൊണ്ടുപോയി എറിഞ്ഞേനെ അങ്ങനെ. ആരാന്ന് അങ്ങയുടെ വിചാരം? ഇനി ഒരു വട്ടം കൂടി അവളെ കരയിക്കട്ടെ, അന്ന് അയാളുടെ അവസാനമാണ്. രാവിലെ അവളെ കരയിച്ചെന്ന് കണ്ടപ്പോൾ മുതൽ ഉത്തരയ്ക്ക് വംശിയോട് തീർത്താൽ തീരാത്ത ദേഷ്യമാ. എന്തിനാ മടിക്കുന്നത്? അങ്ങോട്ട് ചെന്ന് ആഗ്രഹം പറ. അവൻ നിന്റെ മുന്നിലേക്ക് കയറി നിന്നു തരും. അപ്പൊ പിന്നെ കൊല്ലാനായാലും തോട്ടിൽ കളയാനായാലും എളുപ്പമായിരിക്കുമല്ലോ. പുച്ഛിച്ചുകൊണ്ടുള്ള മറുപടി കേട്ടപ്പോഴാണ് തന്റെ ആത്മകഥം ഇത്തിരി ഉറക്കെയായിപ്പോയി എന്ന് അവള് പോലും തിരിച്ചറിയുന്നത്. ആ നേരം വരെ പുച്ഛവും ദേഷ്യവും നിറഞ്ഞു നിന്ന മുഖം ഒറ്റ നിമിഷം കൊണ്ടാണ് ചോര വറ്റിയ പോലെ വിളറി വെളുത്ത് പ്രേതം കണക്കായത്. കേട്ടോ? സംശയം ഉറപ്പിക്കാനായി പെണ്ണ് എത്തി വലിഞ്ഞ് വംശിയെ നോക്കിക്കൊണ്ട് അടുത്തിരുന്നവനോട് ചോദിച്ചു. കേൾക്കാതിരിക്കാൻ എനിക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവളെ ഒന്ന് മുഖം വെട്ടിച്ച് കാണിച്ച് അവൻ പ്ലേറ്റിലേക്ക് 3-4 ഇഡലി എടുത്തിട്ടു. തേഞ്ഞു. നീ പേടിക്കണ്ട, നിന്റെ ആഗ്രഹം ഞാൻ അവനോട് പറഞ്ഞേക്കാം. കൂട്ടുകാരിക്ക് വേണ്ടി ജീവിതം പോലും കളഞ്ഞ് കൂടെ നിൽക്കുന്നവളല്ലേ. അവൻ നിന്റെ ഈ അപൂർവ ആഗ്രഹം തള്ളിക്കളയില്ലെന്നാണ് എന്റെ ഒരു തോന്നൽ. താൻ പറഞ്ഞ കാര്യം ഇവൻ പോയി പറയുമെന്ന് കൂടി അറിഞ്ഞതും പെണ്ണിന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. മുന്നിലിരിക്കുന്നവനെ വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ചു ദിവസമായി അല്ലെങ്കിൽ തന്നെ അങ്ങേരോട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്കിന് പോകാറുണ്ട്. ഇന്നാണെങ്കിൽ അതിന്റെയൊക്കെ മാക്സിമം നടത്തിയിട്ടാ ഈ ഇരിപ്പ്. അതുകൊണ്ട് തന്നെ പോയി പറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവള് ആകെ അബദ്ധപ്പെട്ട പോലെ അവനെയും വംശിയെയും മാറി മാറി നോക്കി. കാര്യം വംശിക്ക് തന്നോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ അവൻ പക്ക ഒരു മുരടനാണ്. അവനോട് കളി പറയാനും തമാശകൾ ചെയ്യാനുമൊക്കെയുള്ള അധികാരം വളരെ പരിമിതമായ 3 പേരിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളപ്പോഴാണ് അസ്ഥാനത്ത് തന്റെ ഈ തമാശ. ഹുഫ്, തല വെട്ടും അങ്ങേര്. അവള് നിന്ന് വിയർക്കാൻ തുടങ്ങി. രാവിലെ മുതൽ അവളുടെ മുന്നിൽ കൊമ്പൊഴിഞ്ഞു നിന്നവന് ഇപ്പോഴത്തെ അവളുടെ ഈ ഭാവം കുറച്ചൊന്നും സന്തോഷമല്ല കൊടുത്തത്. ദൈവമുണ്ടെന്ന് പറയുന്നത് ഇതാടി അഹങ്കാരി. ഇനി എന്തായാലും പൊന്നുമോൾ വന്നെന്റെ കാലിൽ പിടിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. വാ,
വേഗം വാ, ചക്കരയ്ക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അവളുടെ ഞെരുപിരി കണ്ടുകൊണ്ടിരുന്നവൻ കഴിക്കാൻ പ്ലേറ്റിലിട്ട് ഇഡലി തിരിച്ച് കാസറോളിൽ തന്നെ വെച്ചു. ഈ പുല്ല് പെണ്ണെന്താ ഇത്രയും താമസിക്കുന്നത്? തന്നോട് സംസാരിക്കാൻ ഒരുത്തി വൈകുന്നൂന്ന് കണ്ടതും അഗ്നി പല്ല് ഞെരിച്ചു. സർ, ആഹാ, തേനും പാലും കൂടി കുറുക്കി വെച്ചിട്ടുണ്ട്. അഗസ്ത്യ സാർ. അവൻ വിളി കേൾക്കാത്തത് കൊണ്ട് തന്നെ അവൾ ഒന്നും കൂടി വിളിച്ചു. പുല്ല് നശിപ്പിച്ചു. വേറെ ആര് വിളിച്ചാലും പ്രശ്നമില്ലാത്തവൻ അവളുടെ ഈ നീട്ടിവിളി കേൾക്കുമ്പോൾ മാത്രം അപ്പ ചിറയാൻ തുടങ്ങും. എന്താ? കാലിപ്പിൽ തന്നെയാണ് ചോദിച്ചത്. അവന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും അവൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ആ മുഖത്ത് നോക്കി. അത് പിന്നെ കുറച്ചു മുന്നേ ഞാൻ വെറുതെ തമാശ. അതുകൊണ്ട് സാറ് പോയി വംശി സാറിനോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി പറഞ്ഞ തമാശ സാറിനോട് എന്തിനാ പറയുന്നേ, അല്ലേ? ചിരിച്ചുകൊണ്ടാണ് ആ ചോദ്യമെങ്കിലും അവളുടെ മുഖം നിറയെ ഭയമുണ്ടായിരുന്നു. എന്റെ കർത്താവേ, ഓന്ത് നിറം മാറുമോ ഇതുപോലെ? നിനക്കുള്ളത് പലിശയും കൂട്ടി ഞാൻ തരാടി പുല്ലേ. ഓ, താനപ്പോൾ തമാശ പറഞ്ഞതാണോ? പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ടാണല്ലോ തോന്നിയത്. അയ്യോ, അല്ല, തമാശയാ. അവൻ അല്ലെന്ന രീതിയിൽ തലവെട്ടിച്ചു. സത്യം തമാശയാ. അവള് ദയനീയമായി പറഞ്ഞതും അഗ്നിക്ക് ശരിക്കും പെണ്ണിന്റെ ചിണുങ്ങലിൽ ചിരി പൊട്ടി. ഓക്കെ, ആലോചിക്കാം. പക്ഷെ അങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട് എനിക്കെന്താ ഗുണം? അത് ഞാൻ കോഫി ഉണ്ടാക്കിത്തരാം, സാറിന് ഇഷ്ടമുള്ള പോലെ. പുരികം പൊക്കിയും താഴ്ത്തിയുള്ള അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മറുപടിയായി കിട്ടിയത് പെട്ടെന്നായിരുന്നു. അപ്പോ നിനക്കറിയാം എനിക്ക് നിന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന കോഫി ഇഷ്ടമാണെന്ന്. എന്നിട്ടാണ് കഴിഞ്ഞ ദിവസം സിദ്ധിയും കൊണ്ട് നീ മനഃപൂർവ്വം കോഫി ഉണ്ടാക്കിച്ചത്. അപ്പോ ഇതിനും കൂടിയുള്ള പണി നിനക്ക് ചേർത്ത് ഞാൻ തന്നേക്കാം. മനസ്സിൽ ഓരോന്നും കണക്കുകൂട്ടി അവൻ അവളെ നോക്കി. ഓക്കെ, ഡീൽ. പക്ഷെ ഒന്നിനു പകരം എനിക്ക് 2 ഡിമാൻഡ് ഉണ്ട്. അത് രണ്ടും നിനക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ കാര്യം എന്റെയും നിന്റെയും ഇടയിൽ കിടക്കും. ഓക്കെ ഓക്കെ, സമ്മതം. അവൾ പെട്ടെന്ന് കയറി സമ്മതിച്ചു. ആദ്യം കാര്യം കേൾക്ക്, എന്നിട്ട് മതി നിന്റെ ഈ മനസമ്മതം പറച്ചിൽ. അവനൊന്ന് ഇരുത്തി പറഞ്ഞെങ്കിലും പെണ്ണ് അപ്പോഴത്തെ ടെൻഷനിൽ അത് കേട്ടില്ല. എങ്കിൽ പറയട്ടെ. പറഞ്ഞു. കണ്ടീഷൻ നമ്പർ 1. ഇനി മുന്നോട്ട് എപ്പം എന്നെ കണ്ടാലും, അതിപ്പോൾ നമ്മൾ വഴക്കാണെങ്കിലും അല്ലെങ്കിലും, നീ നിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കോഫി ഉണ്ടാക്കി തരണം. സമ്മതിച്ചോ? സമ്മതം സമ്മതം. അത് പ്രതീക്ഷിച്ചു നിന്നാൽ പെണ്ണ് പെട്ടെന്ന് കയറി സമ്മതം പറഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തേത്. അതാണ് ഇമ്പോർട്ടന്റ്. അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഉത്തരയുടെ കണ്ണുകൾ ചെറുകി. തനിക്കിട്ടെന്തെങ്കിലും ആഞ്ഞ പണി തരും മുന്നേ ഒക്കെ അവന്റെ ഈ ചിരി അവളിൽ കണ്ടിട്ടുണ്ട്. അടുത്തത് അവൻ ചോദിക്കാൻ പോകുന്ന കാര്യം തനിക്കുള്ള പണിയാകുമെന്ന് 100% ഉറപ്പ്. അപ്പൊ ചോദിക്കട്ടെ? അപ്പോൾ എന്റെ സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇനി നീ എന്നെ എപ്പോ കണ്ടാലും സാറേ കാറേ എന്നൊക്കെ വിളിച്ചു പോവാതെ ഇച്ചായൻ എന്ന് തികച്ചു വിളിക്കണം. കുറുമ്പ് പിടിച്ച മുഖവുമായിട്ടാണ് അവനത് പറഞ്ഞതെങ്കിലും ശരിക്കും അവന്റെ ഉള്ളിലെ ആഗ്രഹമായിരുന്നു അവനാ പറഞ്ഞു തീർത്തത്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.